മാങ്കൂട്ടം ഇനി തേങ്ങാ കച്ചവടത്തിനോ കോഴിക്കച്ചവടത്തിനോ പോകും. ജയിലിൽ നിന്നിറങ്ങിയാൽ മാങ്കൂട്ടം ചിലപ്പോൾ BJP-യിലേക്കും പോയേക്കാം. ഇതൊക്കെ ചില സാധ്യതകളാണ് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ഒരു കേസ് കൂടി വന്നല്ലോ. ആ കേസ് വന്നപ്പോൾ അത് KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ അടക്കം പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ അഡ്രസ് ഉണ്ടായിരുന്നില്ല. എങ്കിലും നേരത്തെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്ത യുവതിയാണ് എന്ന് കത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള പരിശോധനയിൽ പരാതിക്കാരി ആരാണ് എന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. അയൽ സംസ്ഥാനത്തുള്ള യുവതിയുടെ മൊഴിയെടുക്കുവാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയാണ് യുവതി KPCCക്ക് പരാതി അയച്ചത് പോലും. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. രണ്ടാമത്തെ ബലാത്സംഗത്തിന്റെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകും. മാത്രമല്ല രാഹുൽ സ്ത്രീകളെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്യും. മാത്രമല്ല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് പ്രോസിക്യൂഷൻ. അതായത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ ചിന്തയും അവരുടെ ആത്മവിശ്വാസവും. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി കൂടി പരിഗണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ തീരുമാനമെടുക്കാൻ KPCC ധാരണയിലെത്തിയിരിക്കുകയാണ്. ആദ്യം കോടതി വിധി ഒന്ന് വരട്ടെ, കോടതി വിധി കേൾക്കണമെന്ന നിലയിലേക്കാണ് പാർട്ടി നേതൃത്വം എത്തിച്ചേർത്തിരിക്കുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകുമല്ലോ. അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി അല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനം ഒരല്പം വൈകിയായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അച്ചടക്ക നടപടി നീളുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. കോടതി വിധിക്ക് ശേഷം നേതാക്കൾ ആലോചിച്ചാകട്ടും ഒരു അന്തിമ തീരുമാനം എടുക്കുക. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുവാൻ എന്തായാലും പാർട്ടി ആവശ്യപ്പെടില്ല. കാരണം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിനാണ് തീരുമാനമെടുക്കേണ്ടത്, ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമോ വേണ്ടയോ എന്നൊക്കെ. എന്തായാലും ബലാത്സംഗം എന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് 23-കാരിയുടെ വെളിപ്പെടുത്തലിൽ രാഹുലിനെ രണ്ടാം കേസും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നതും. ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നായിരുന്നു ഈ പരാതി അയച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ രണ്ടാമത്തെ ഒരു ബലാത്സംഗ കേസ് കൂടി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം രാഹുലും വെട്ടിലായി എന്നുള്ളതാണ്. കൊച്ചിയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ പരാതിക്കാരിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടിയുടെ മേൽവിലാസവും വിവരങ്ങളും അത് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുമുണ്ട്. അങ്ങനെ 2 മാസം മുമ്പ് ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം പെൺകുട്ടിയെ ബന്ധപ്പെടുകയും പരാതി കേൾക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് നിയമപരമായി പരാതിയായിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് കേസെടുക്കാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് KPCC നേതൃത്വത്തിന് പെൺകുട്ടി പരാതി നൽകുകയും കോൺഗ്രസ് DGPക്ക് ആ പരാതി കൈമാറുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഇതാ ഈ കേസിന് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നതാണ്. പെൺകുട്ടി മൊഴി നൽകിയാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തുവാൻ സാധ്യതയുണ്ട്. ഇതോടെ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയാൽ പോലും രാഹുലിനെ അറസ്റ്റിന്റെ ഭീഷണി ഒഴിവാകുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാം ദിവസവും ഇപ്പോൾ ഒളിവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ പരിശോധന തുടർന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രാഹുൽ പിടിയിലായതായിട്ടുള്ള അഭ്യൂഹങ്ങൾ വന്നുവെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ആണ് പുറത്തുവിട്ടുകൊണ്ട് അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. മാധ്യമങ്ങളും ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അത്തരത്തിലുള്ള വാർത്തകൾ, ഇതാ രാഹുലിനെ പിടിച്ചു കഴിഞ്ഞു, കണ്ടെത്തി കഴിഞ്ഞു, കാണാനില്ല, ഇങ്ങനെ പലതരത്തിലുള്ള ഹെഡ്സ് അല്ലെങ്കിൽ ഒരു നരേറ്റീവായിട്ട് കൊണ്ടുവരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനെ ഇങ്ങനെ കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം പലപ്പോഴും ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യം പറയുവാൻ എല്ലാം മലയാള ഓൺലൈൻ മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ രാഹുലിനെ തേടി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വയനാട് കർണാടക അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. രാഹുൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുമ്പ് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്താൽ പോരെ, അവരെ പോയി അവിടെ ചെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ വാർത്തയുമായി നടക്കാൻ കഴിയില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തം അറസ്റ്റിലാകുന്നതോടുകൂടി തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇത്. അത് ആ മണ്ടനാട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത്. ഇദ്ദേഹം പിടികൊടുത്തിരുന്നുവെങ്കിൽ 8ാം ദിവസം ഇങ്ങനെ ഒളിച്ചു കളിക്കാതെ പിടികൊടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ തീയൊക്കെ കെട്ടുപോയേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചെയ്തില്ല. ഒരു അറസ്റ്റിന് ശേഷം പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അന്തം കമ്മികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അന്തം സംഖ്യകൾക്ക് പറഞ്ഞു നടക്കാൻ കഴിയുക? അപ്പൊ അങ്ങനെ ഒന്നുമില്ല.
അതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വലിയ മണ്ടത്തരം അയാൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ സംഘം എത്തും. ആ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് വാർത്ത. രാഹുൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം എത്തുന്നതിനും തൊട്ട് മുമ്പ് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരും. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതകളില്ലതാനും പോലീസിൽ നിന്ന് വിവരം ചോരുന്നതായിട്ടുള്ള സംശയം വരുത്തുന്നുണ്ട്. SIT നീക്കങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യ സ്വഭാവത്തിലാകണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം നിർദ്ദേശവും നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വൈകുന്നതിൽ ഹൈക്കമാൻഡിന് അതിർത്തി ഉണ്ടാകുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനോട് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ AICC നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ കോടതി വിധി കാത്തിരിക്കുകയാണ് KPCC നേതൃത്വം എന്ന് പറയുന്നത്. കോടതി വിധി ഒന്ന് വന്നോട്ടെ, അപ്പോൾ തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് ആക്കിയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനെതിരെയൊക്കെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഭിന്നത രൂപപ്പെട്ടു കഴിഞ്ഞു. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, K മുരളീധരൻ അടക്കമുള്ളവർ നിലപാട് ഇപ്പോൾ KPCC നേതൃത്വത്തെയും AICCയും ഒക്കെ അറിയിച്ചിരിക്കുന്നു. പുറത്താക്കലല്ലാതെ മുഖം രക്ഷിക്കാൻ മറ്റ് നടപടികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗത്തിന്റെയും നിലപാടെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്ന രാഹുലിന് നിർണായകമാണ്. രാഹുൽ MLA സ്ഥാനത്താണെങ്കിലും പാർട്ടിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒറ്റപ്പെടാൻ പോകുന്നു. ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തായാലും പുറത്താക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ആരുമല്ലാതായിത്തീരുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരും ദിനങ്ങളിൽ ഒരു പാർട്ടിക്കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ആണെന്ന് പറയാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. KPCC അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ, അതായത് KPCC രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കിയാൽ പിന്നെ വല്ല തേങ്ങാ കച്ചവടത്തിനോ അല്ലെങ്കിൽ വല്ല കോഴി കച്ചവടത്തിനോ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ എത്തിച്ചേരും. അങ്ങനെയുള്ളൊരു സാഹചര്യം മാത്രമേ മുന്നിലുള്ളൂ. ഇത്രത്തോളം അധികാരവും അവകാശങ്ങളും പാഠവും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളും ഒക്കെ ലഭിച്ച, ചെറിയ പ്രായത്തിൽ ലഭിച്ച മറ്റൊരു നേതാവ് തന്നെ കാണാനില്ല. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മറ്റു പാർട്ടികൾ തന്നെ ആരുമില്ല. പക്ഷെ അങ്ങനെയുള്ള കാലാവസ്ഥയിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയുള്ളത് തന്നെയാണ് എന്ന് അറിയപ്പെടുന്ന തരത്തിലുള്ള പല അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ളത്, പല പദവികളും ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഇയാൾ നശിപ്പിക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയപ്പെടുന്ന യുവ നേതാവ് സകലതും തല്ലി തകർക്കുകയായിരുന്നു, ജീവിതം പോലും. അങ്ങനെ ലഭിച്ച സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇനി മത്സരിച്ചാലും വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ഒരു ഉറപ്പുമില്ലാത്ത മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ BJPയിലേക്കോ അതുപോലെ ഏതെങ്കിലും മറ്റു പാർട്ടികളിലേക്കോ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഈ ഘടകകക്ഷിയിലേക്കോ എത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന നേതാവ് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നാൽ തന്നെ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും. BJPയുടെ ഭാഗമായി ചേർന്നാലും രാഹുലിന് നല്ല നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഈ പറയുന്ന പാലക്കാട് തന്നെ നിന്ന് മത്സരിച്ചേക്കാം, ഇല്ലെങ്കിൽ ആറന്മുളയിൽ വന്നു നിന്ന് മത്സരിച്ചേക്കാം. അങ്ങനെ വേണമെങ്കിൽ BJPക്ക് ജയിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള കരുത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോഴത്തേനും, അഥവാ 3, 4, 5 മാസം കഴിയുമ്പോഴത്തേനും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ച ഈ ചെയ്തികളൊക്കെ ചിലപ്പോൾ വാർത്താ മാധ്യമങ്ങൾ മറന്നേക്കാം. ആ സമയത്തിന് മറ്റു വാർത്തകൾ ഇടം പിടിച്ചേക്കാം. അപ്പോൾ ഇയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പലയിടങ്ങളിലും മത്സരിക്കുവാനുള്ള സാധ്യത കൂടി നമുക്ക് തെളിഞ്ഞു കാണാം. അത്തരത്തിലുള്ള ചില പ്രതീക്ഷകളുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് അദ്ദേഹത്തിന് ചേക്കേറാൻ കഴിയുക? BJPയിൽ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.